അതായത് എനിക്ക് മുമ്പ് ഒരുപാട് മുടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പേര് ആഷിഖാണ്. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ വെറുതെ ഹെയർ ബോയ് എന്ന് വിളിച്ചിട്ട് അപ്പോൾ ആ പേരിനോട് എനിക്കൊരു ഇത് കൂടി മുടി ഉള്ളത് കൊണ്ട് മാത്രം. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ആ ടൈം എല്ലാവരും പേര് മാറ്റിയൊക്കെ ഇടുന്ന ടൈമല്ലേ, സ്വന്തം പേരല്ലല്ലോ ഇടുന്നത്. അങ്ങനെ വെറുതെ ഹെയർ ബോയ് എന്ന് ഇട്ടതാ, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ പ്രത്യേകത ഒന്നുമില്ല. അപ്പോൾ ആഷിഖ് ഫാമിലിയെ കുറിച്ച് പറയും. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനമ്മ, പിന്നെ 3 ചേച്ചിമാരുണ്ട്, പിന്നെ ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ചേച്ചിമാരൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ ചേട്ടനുണ്ട്. ചേട്ടൻ ഇപ്പോൾ ദുബായിലാണ്. അച്ഛനമ്മയൊക്കെ എന്താ ചെയ്യണം? അച്ഛൻ ഫിഷർമാനാ, അമ്മ വീട്ടിൽ തന്നെ. അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓക്കെ. എന്താണ് ഭാവി പരിപാടികൾ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്കൊരു മെൻസ് വെയർ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം, അത് മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം അച്ഛൻ ഫിഷർമാൻ എന്ന് പറഞ്ഞല്ലോ, അപ്പം ആ പേരും പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ അത് കളിയാക്കലിന് അങ്ങനെ ആരും ഇതുവരെ ഒന്നുമില്ല. അവർക്കൊക്കെ സന്തോഷം. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം ഈ ഒരു ലുക്കൊക്കെ വെച്ചിട്ട് ഇവൻ എങ്ങനെ ഇത്രയും പെമ്പിള്ളാരെ സെറ്റാകാൻ പറ്റുന്നു, അങ്ങനത്തെ കമൻസ് ഒക്കെ വരാറുണ്ട്. വന്നിട്ടുണ്ട്. അതായത് ഈ മണ്ടൻ എങ്ങനെ ഇത്രയും പെണ്ണുങ്ങൾ, ഇതിനെക്കാട്ടി ലുക്കുള്ള എനിക്ക് ഇതുവരെയും പെണ്ണ് സെറ്റായിട്ടില്ല, ഇവ എങ്ങനെയാണ് ഈ പെണ്ണുങ്ങളെ സെറ്റാക്കുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് കമൻറ്റ് വരാറ്. സത്യത്തിൽ ലുക്ക് നോക്കിയല്ലല്ലോ ഈ പെൺകുട്ടികൾ നമ്മളെ കൂടെ വരുന്നത്. അത് അവന്മാർക്ക് അറിയത്തില്ല, അതാണ് പ്രത്യേകത. ഇങ്ങനെ കൃഷ്ണനെ പോലെ നടക്കുമ്പോൾ ഇപ്പം ഏതെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അല്ല പുറത്തുനിന്നാണെങ്കിലും പിടിച്ചിട്ട് അടിക്കുകയോ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ? അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതായത് ഞാൻ ഇപ്പോൾ ഗേൾസുമായിട്ട് ഇങ്ങനെ നടക്കുന്ന ടൈം ഒരുപാട് പേര് എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതായത് നീ എന്തിനാ പെണ്ണുങ്ങളുടെ കൂടെ നടക്കുന്ന, പയ്യന്മാരുടെ കൂടെ. അതായത് മാനവീയം പോയപ്പോൾ തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഗേൾസിൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഒരു 3 പയ്യന്മാർ വന്നിട്ട് എന്നോട് എന്ത് നമ്മളെ കൂടെ ഡാൻസ് കളിക്കും. ഞാൻ പറഞ്ഞില്ലടാ, എനിക്ക് നിന്നെ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഡാൻസ് കളിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവന്മാർ വീണ്ടും ഉടക്കിയിട്ട് എൻ്റെ അടുത്തുനിന്ന് ഉടക്കിയിട്ട് ഞാൻ വീണ്ടും ഞാൻ സിമ്പിളായിട്ട് പോയി. പക്ഷേ വീണ്ടും അവന്മാർ എന്നോട് ഉടക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഈ പെണ്ണുങ്ങളുടെ കൂടെ നടക്കുന്നത് കൊണ്ട് മാത്രം, അത് നീ പെണ്ണുങ്ങളുടെ മാത്രമേ ഡാൻസ് കളിക്കൂ, എന്നെ പിടിച്ച് വലിച്ചു, ഞങ്ങളോട് ഒന്നും ഡാൻസ് കളിക്കില്ല എന്നൊക്കെ പിടിച്ച് വലിച്ച് സീനായി. അപ്പോൾ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു, അവൻ എടുത്ത് ചോദിച്ചു. അത് വലിയ സീനൊക്കെ ലാസ്റ്റ് പോലീസൊക്കെ വന്നിട്ടാണ്. ഇതൊക്കെ ഒരുപാടുണ്ട്. അല്ലാതെ ഞാൻ പെൺകുട്ടികളുടെ കൂടെ പുറത്ത് പോകുമ്പോൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനായിട്ട്, അതായത് അവന്മാർക്ക് ഞാൻ എന്ത് പറയാനാ, പെൺകുട്ടികളുടെ കൂടെ പോകുന്നത് കാണുന്നത് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. ആ ഒരു സീൻ കൊണ്ട് അവന്മാർ എന്നോട് ഉടക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ എനിക്ക് മെസ്സേജ് ചീത്ത വിളിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്, അത് പറയാൻ കൊള്ളില്ലാത്ത മെസ്സേജൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫ്രണ്ടിനാണെങ്കിൽ തന്നെ ഇങ്ങനത്തെ നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ മെസ്സേജസ് DM ചെയ്യാറുണ്ടോ ആരെങ്കിലും? ഇവൻ്റെ കൂടെ നടക്കുന്നു, എന്തിനാ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിച്ചിട്ട്? ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. അപ്പോൾ ഇവൻ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പേഴ്സണലി എനിക്ക് വരാറുണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് 4 ഇയർ കഴിഞ്ഞു. എനിക്ക് ഇതുവരെയും ഒരു ബാഡായിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ഒരു സൈഡിൽ നിന്നൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാവരുടെ ഭയങ്കര സ്നേഹമാണ്. അവനൊരു വഴക്കോ അടിയോ അങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാനിപ്പോൾ ആരോടെങ്കിലും വഴക്കുണ്ടാക്കാൻ പോയാലും അവനത് സോൾവ് ചെയ്യാൻ നോക്കിയിട്ടേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. പക്ഷെ ആരാണ് എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ. കാണുന്നുണ്ട്, പല സ്ഥലത്തും കാണുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയാൻ പറ്റണില്ല.